Hello guys, welcome back to Cuddle Cloud. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ഇടുന്നത്. ഫസ്റ്റ് തന്നെ ഒരു സോറി എന്ന് തുടങ്ങാം. കാരണം കുറേ പേര് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോ ഒന്നും ഇടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. കുറച്ച് പേരൊക്കെ കംപ്ലൈന്റ് ആയിരുന്നു പറഞ്ഞത്. കുറച്ച് പേരൊക്കെ 1 മില്യൺ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ജാടയായതുകൊണ്ട് ലോങ് വീഡിയോ ഇടാത്തത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ഞാൻ ക്ലാരിഫൈ ചെയ്യാം, ജാടയൊന്നും അല്ല ഗൈസ് വിഷയം. 1 മില്യൺ ആയതിനു ശേഷം കുറേ പണികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വയ്യായ്മ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാരണമാണ് ലോങ് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. വഴിയെ ഞാൻ എല്ലാം പറയാം. അതൊക്കെ പോട്ടെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിൽ ഒരു 90% ആൾക്കാർക്ക് ഇഷ്ടമുള്ള വീഡിയോ ആണ് ഷോപ്പിംഗ് വ്ളോഗ്. സ്ഥിരം പ്രേക്ഷകർക്ക് അറിയുമായിരിക്കും, എനിക്ക് ഷോപ്പ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ട് അങ്ങനെ പുറത്തൊന്നും പോകാറില്ല. വല്ല ആവശ്യം ഉണ്ടെങ്കിൽ പോയിട്ട് വരുന്നല്ലാതെ ഇതേപോലെ ഷോപ്പിംഗ് എന്നൊന്നും പറഞ്ഞിട്ട് പുറത്തു പോകാറില്ല. അങ്ങനെ നീണ്ട 1 മാസത്തിൽ കൂടുതലായ ഇടവേളയ്ക്ക് ശേഷമാണ് ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ് പോകുന്നത്. സോ നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാം. എപ്പോഴും അറിയാലോ, നമ്മൾ പുറത്ത് പോവാണെങ്കിൽ നല്ല ലേറ്റ് ആയിട്ടേ പോവാറുള്ളൂ. പക്ഷെ പതിവിലേക്കാളും ലേറ്റ് ആയിട്ടാണ് ഇതാ ഇന്ന്. അങ്ങനെ എപ്പോഴൊക്കെ തിരക്ക് പിടിച്ച് പോവോ ആ ഒരു ദിവസം എനിക്ക് ആ സിഗ്നൽ എന്തായാലും കിട്ടിയിരിക്കും. നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ഇസ് ഓഫ് കോഴ്സ് ലുലു. കാരണം പാലക്കാട്ടുകാർക്ക് പുറത്ത് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുലുവിൽ പോവാ, സ്റ്റുഡിയോയിൽ പോവാ, കവയിൽ പോവാ, ഇങ്ങനെ കയ്യിലുണ്ടാവുന്ന സ്ഥലങ്ങളിൽ പോവാന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് വെറൈറ്റി സ്ഥലങ്ങളൊന്നും. പിന്നെ ലുലുവിൽ മെയിനായിട്ട് എന്തിനാ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. വെറുതെ പോകുന്നു, എന്തെങ്കിലുമൊക്കെ കാണുന്നു, എടുക്കുന്നു, വരുന്നു. എനിക്ക് ഈ ഒരു കുപ്പി ഉണ്ടെങ്കിപ്പോൾ നല്ല ചിരിയാട്ടാണ് വന്നത്. പണ്ട് കാലത്ത് പൈൻറ്റ് കുപ്പി ഇല്ലേ, അതായത് ആൽക്കഹോളൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കുപ്പിയാണ്. ആ കുപ്പിയും ഈ കുപ്പിയും ഒരേ ഷേപ്പാണ്. അത് പ്ലാസ്റ്റിക്, ഇത് ഗ്ലാസ്സിൽ വന്നു കഴിഞ്ഞപ്പോൾ എസ്തെറ്റിക്സ്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് നൂഡിൽസിൽ കോസസ് ക്യാൻസർ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ അങ്ങനെ ഇവിടുത്തെ ഏതെങ്കിലും നൂഡിൽസിൽ എഴുതിയിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ കണ്ടില്ല. ഒരാൾ കഷ്ടപ്പെട്ടെടുക്കുന്നത് കാണുന്നുണ്ടോ നിങ്ങൾ? ഞാൻ ഈ സൺഡേ ഒക്കെ ആയിട്ടായിരുന്നു പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ കുട്ടി സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ചിലരൊക്കെ ചിരിച്ചിട്ട് അങ്ങനെ പാസ് ചെയ്തു പോയി. ചില ആൾക്കാർ വന്ന് സംസാരിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് സംസാരിച്ചവർക്കും കടൽ ക്ലൗഡ് അല്ലേ എന്നുകൊണ്ട് ചോദിച്ച ആൾക്കാർക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു ഷോപ്പും കൂടെ ഉണ്ട്. അപ്പോൾ എന്തായാലും വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് വെറുതെ അവിടെയും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാത്തിനും നല്ല വിലയായിരുന്നു കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെയുള്ള ചില പെന്നൊക്കെ ഞാൻ ഓൺലൈനിൽ 29 rupees 39 rupees എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെയുള്ള എല്ലാ പെന്നിനും 100 രൂപയുടെ അടുത്ത വില ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു സംഭവം, ഈ ഒരു സ്റ്റാപ്ലറിന് എത്ര രൂപയാണെന്ന് അറിയുമോ? 450 rupees. ആ പൈസ ഉണ്ടെങ്കിൽ നമുക്കൊരു 10-20 സ്റ്റാപ്ലർ വേറെ വാങ്ങാൻ പറ്റും. ഞാൻ പക്ഷേ ഈ കടയിൽ കയറാനുള്ള കാരണം പണ്ടൊരിക്കൽ ഞാൻ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് നല്ല സ്റ്റിക്ക്
സ്റ്റിക്കേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സ്റ്റിക്കേഴ്സിന് ആകെപ്പാടെ 11 രൂപ 18 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അത് പ്രതീക്ഷയായിരുന്നു പോയത്. പക്ഷെ എനിക്ക് വേറൊരു ജാക്ക് പോട്ട് അടിച്ചടാ. ഈ ഒരു ബാസ്ക്കറ്റ് ഇല്ലേ, ഇത് ഞാൻ ലുലുവിനകത്ത് 750 രൂപയ്ക്ക് എന്തായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഓൺലൈനിൽ അപ്പം തന്നെ നോക്കി 500 സംതിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ 400 സംതിങ്ങിന് ഉണ്ടായിരുന്നു. മേ ബി പ്രൈസ് കൂടുതലായിരിക്കാം, ബട്ട് സ്റ്റിൽ ഈ ഒരു ബാസ്ക്കറ്റ് ഞാൻ കുറേ ആയി അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു. അങ്ങനെ നീണ്ട ആക്ടിങ്ങിന് ശേഷം നമ്മൾ സാധനമൊക്കെ ബില്ല് ചെയ്തു. ഇത് ആക്ച്വലി ഒരു ഫോൺ ചാമാട്ട്. ഇത് വാങ്ങണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ വില ഇട്ട് കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ തിരിച്ചു വെച്ചു. സംഭവത്തിന് ഏകദേശം 400 സംതിങ് ഉണ്ടായിരുന്നു. ഈ ഒരു ദിവസം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങുന്നതും അതും ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു ബാസ്ക്കറ്റ് കിട്ടുകയും ചെയ്തു. എന്നെ കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു ഈ ഒരു സാധനം വാങ്ങണം എന്നുള്ളത്. ഫൈനലി നല്ല വോയിസ്. അങ്ങനെ നമ്മുടെ സ്ഥിരം ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ കഴിഞ്ഞതിന് ശേഷം സ്ഥിരം സെക്കൻഡ് ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. വേറൊന്നുമല്ല, സ്റ്റുഡിയോ. കാല് വെച്ചിട്ടൊന്നും കാര്യമില്ല. ഉള്ളിൽ കയറുമ്പോൾ പ്രത്യേകിച്ച് മഴയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. തിരിച്ചറിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു. പിന്നെ സ്റ്റുഡിയോയിലെ കളക്ഷനെ പറ്റി പറയാനാണെങ്കിൽ ഇപ്രാവശ്യത്തെ കളക്ഷൻ തീരെ കൊള്ളില്ല. മീൻസ് എല്ലാം ഒരേപോലെ ഉണ്ടായിരുന്നു. ആകെ അവിടെ നിന്ന് ഒരു ടാങ്ക് ടോപ്പ് മാത്രം വാങ്ങിച്ചു. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി അടുത്തുള്ള മാക്സിലോട്ടാണ് പോയത്. സാധാരണ ഞാനെപ്പോഴും അങ്ങനെ മാക്സിലൊന്നും പോകാറില്ല, പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ട് സ്റ്റുഡിയോയിലെക്കാളും കൂടുതൽ ഞാൻ മാക്സിലാണ് പോകാറുള്ളത്. പണ്ടൊക്കെ ഞാനിങ്ങനെ വിചാരിക്കും മാക്സിലൊക്കെ ഭയങ്കര വില കൂടുതലല്ലേ, വെറുതെ എന്തിനാ അവിടെ നിന്നൊക്കെ വാങ്ങിയിട്ട് എന്നൊക്കെ പറഞ്ഞ് വിചാരിക്കും. പക്ഷേ ആക്ച്വലി പറയാനാണെങ്കിൽ മാക്സിൽ അത്രയും പൈസ കൊടുത്തു കഴിഞ്ഞാലും കുറച്ച് കാലത്തേക്ക് അത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. വേറെ സ്റ്റുഡിയോയിൽ പൈസ കുറച്ചായിട്ട് വാങ്ങിക്കഴിഞ്ഞാലും പെട്ടെന്ന് ആ ഒരു എന്താ പറയുക ക്ലോത്ത് കേടുവരണ പോലെ എനിക്ക് തോന്നാറുണ്ട്. ഞാൻ ലാസ്റ്റ് ടൈം അമ്മയുടെ കൂടെ മാക്സിൽ പോയ സമയത്ത് ഈ ഒരു ഷർട്ട് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി കിഡ് സെക്ഷനിലുള്ള സംഭവമാണ്. അന്ന് ഞാൻ വെറുതെ നോക്കി വെച്ചേ ഉള്ളൂ, വാങ്ങാനൊന്നും നിന്നില്ല. പക്ഷേ ഇപ്രാവശ്യം പോയി കഴിഞ്ഞപ്പോൾ എനിക്കിത് വാങ്ങണം എന്നുണ്ടായിരുന്നു. ഇത് 15 to 16 ഇയേഴ്സ് വരുന്ന ഷർട്ടാണ്. ബട്ട് ഗൈസ്, ഈ ഒരു സാധനം എനിക്ക് നല്ല ലൂസായിരുന്നു. അതിനുശേഷം പോയിട്ട് അവിടുത്തെ 11 to 12 ഇയേഴ്സിൻ്റെ ഷർട്ട് ഇട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ വാവ്, നല്ല മാച്ച്. നിങ്ങൾക്ക് ഇതിൽ ബ്ലൂ ആണോ പിങ്ക് ആണോ ഇഷ്ടമായെന്ന് പറയാൻ മറക്കണ്ട കേട്ടോ. എൻ്റെ ഫേവറേറ്റ് കളർ ബ്ലൂ ആണ്. പക്ഷെ ഞാൻ എപ്പോഴും എന്തെടുത്ത് വന്നാലും പിങ്ക് ആവും. പക്ഷെ ഇപ്രാവശ്യം ഞാൻ ബ്ലൂ തന്നെ എടുത്തത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത്. നിങ്ങൾ പാലക്കാട് നിന്നുള്ള ആളാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു ഹെൽപ്പ് വേണം. പാലക്കാട് പറ്റിയ നല്ല റെസ്റ്റോറൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സജഷൻസ് കമൻസിൽ പറയാം. കാരണം എല്ലാ തവണയും പാലക്കാട് പോകുന്ന സമയത്ത് ഏതെങ്കിലും പൊട്ട റെസ്റ്റോറൻറ്റിൽ കയറും, അടുത്ത ദിവസം വയറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. നല്ല മൊരിഞ്ഞ പൊറോട്ട കിട്ടിയ സന്തോഷത്തിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ അടുത്ത ദിവസം വയറിൻ്റെ കാര്യത്തിൽ തീരുമാനമായി കഴിഞ്ഞപ്പോൾ ഈ ചിരിയൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. കഴിച്ച സമയത്ത് കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് വാരിക്കോരി ഇട്ട് കഴിച്ചതാണ്. പക്ഷെ പണി കിട്ടി ഗായ്സ്.
പിന്നെ നാം അതിനുശേഷം നമ്മുടെ രാജമന്ദിരത്തിലേക്ക് പ്രവേശിച്ചു. വേറൊന്നുമല്ല, ഒരു ക്രാഫ്റ്റ് ഷോപ്പിൽ പോയി. എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴൊക്കെ ഷോപ്പിംഗ് വീഡിയോയും ഷോപ്പിംഗ് വ്ളോഗൊക്കെ ഇടും, അപ്പോൾ കമൻറ്റ് ബോക്സിൽ കുറേ പേര് പറയാറുള്ള കാര്യമാണ്, ഒയ്യോ ചേച്ചിയുടെ ലൈഫ് എന്താ അടിപൊളിയാണ്, ഇടക്കിടക്ക് ഷോപ്പിങ്ങിന് പോകും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ആക്ച്വലി പറയാനാണെങ്കിൽ ഈ പറഞ്ഞ സുഖമൊന്നും ഇല്ല. മാസത്തിൽ ഒരിക്കൽ മാത്രമാണ് നാം ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെയൊക്കെ ഇറങ്ങാറുള്ളത്. കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ മനസ്സിൽ ചിലപ്പോൾ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാട്ടാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പറഞ്ഞ് ഇറങ്ങുന്ന ആ ഒരു സെറ്റപ്പൊക്കെ ആയിരിക്കും. പക്ഷേ അങ്ങനെയൊന്നും അല്ല. നമ്മൾ തലേ ദിവസം മുതൽ അതെ എൻ്റെ സാധനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്, എനിക്കൊന്ന് ക്രാഫ്റ്റിൻ്റെ ഷോപ്പ് വരെ പോകണം, എനിക്ക് ഈ ഒരു സാധനം വാങ്ങാൻ പോകണം, ഞാൻ കുറേ ആയില് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട്, ഇങ്ങനെ റീസൺസ് ഒക്കെ അക്കമിട്ട് നിരത്തിയാണ് നാം മാസത്തിലൊരിക്കൽ പുറത്തിറങ്ങാറുള്ളത്. പിന്നെ നല്ല ഒരാളെയാണ് ഞാൻ കൂടെ കൊണ്ടുപോകാറുള്ളത്. ഞാൻ ഏത് കടയിൽ കയറി എന്ത് സാധനം നോക്കിക്കഴിഞ്ഞാലും പോരേ, മതിയായില്ലേ, പോരേ, പോവാ, ഇതന്നെയായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ഇപ്രാവശ്യം കുറേ കാലം കഴിഞ്ഞിട്ടാണ് പുറത്തിറങ്ങിയതെങ്കിലും ഭീകരമായ ഷോപ്പിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാ തവണയും പുറത്തിറങ്ങുമ്പോൾ എന്തെങ്കിലും ഒന്ന് മൈൻഡിലുണ്ടാവും, ഇത് വാങ്ങണം അത് വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇപ്രാവശ്യം സഡനായിട്ട് പ്ലാൻ ചെയ്തിട്ട് പോവാം ആ ഒരു രീതിയിൽ പറഞ്ഞ് തലേ ദിവസം വീട്ടിൽ പറഞ്ഞ് അങ്ങനെയൊക്കെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. രസൂല്ലേ? ഇതെന്താണ് മിന്നിക്കൊണ്ട്? ഓ ലൈറ്റാണ്. സാധാരണ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് തിരിച്ചു പോകാറുള്ളത്. ഇപ്രാവശ്യം അധികം സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല. പിന്നെ ഇവിടെ നിന്ന് നേരെ നമ്മൾ പെട്രോൾ അടിച്ചു, നേരെ വീട്ടിലോട്ട് പോയി. വീടെത്തി കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ വലഞ്ഞാണ് എത്തിയത്. ആൻഡ് റൂമിൻ്റെ കോലം നിങ്ങൾ കണ്ടില്ലേ? ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ആൻഡ് ഗെസ് വാട്ട്, അത്രയും വലിയ വാട്ട് പറഞ്ഞത് എന്തിനാണെന്നറിയോ? നമ്മൾ ദ കടിൽ ഡയറീസിൽ നൈറ്റ് ടൈം റുട്ടീൻ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കണ്ടു നോക്കൂ, ഇഷ്ടപ്പെട്ടോ എന്ന് പറയാനായിട്ട് മറക്കണ്ട. അപ്പോൾ കടിൽ ഡയറീസിൽ ഇനി മുതൽ സ്ഥിരമായിട്ട് വീഡിയോസ് ഉണ്ടാവും. അതാണ് ഞാൻ എക്സൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് നടന്നത്. അപ്പോൾ ലവ് യു ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.